ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 18th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ പ്രിമ്മിൻ്റെ അമ്മേൻ്റെ ഒരു ആക്സിഡൻറ്റ് സീനൊക്കെ ആയിരുന്നു കേട്ടോ. അതിൽ തകർന്നു പോകുന്ന നമ്മൾ പ്രിമ്മിനെയൊക്കെയാണ് കണ്ടു നിന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴും ആ ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടൊരു പ്രെയർ മീറ്റ് വെച്ചേക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവരും കൂടിയേക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിമിൻ്റെ ഫ്രണ്ട്സ്, കോളേജിലെ ഫ്രണ്ട്സ്, അതുപോലെ കോളേജിലെ ടീച്ചേഴ്സ്, പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്, ഇവരെല്ലാവരും തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പ്രിമ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രിമിന് വേണ്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ പ്രൊഫസറൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രിമിനെ കാണുന്നില്ലല്ലോ, അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും അതറിയില്ല, അവൾ വരും എന്നുള്ള രീതിയിൽ ഇവർ പ്രെയർ കണ്ടക്ട് ചെയ്യാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ പ്രിമിനെ കാണാതെ ആകുമ്പോൾ പ്രിമിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കുറേ നേരം കോളിംഗ് ബെൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനെ കാണുന്നുണ്ടാവില്ല കേട്ടോ. പിന്നെ അകത്തേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ് വരുന്നുണ്ട് കേട്ടോ. പ്രിമിൻ്റെ മുഖത്താണെങ്കിൽ ഒരു സങ്കടമൊന്നും കാണില്ല. അവൾ പഴയ പോലെ തന്നെ കൂളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രിമ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇപ്പോൾ ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, അല്ല നിന്നെ കണ്ടില്ല, അതുകൊണ്ട് വെറുതെ നോക്കാൻ വേണ്ടി വന്നതാണെന്നിങ്ങനെ പറയും കേട്ടോ. ഇവിടെ ചോദിക്കും, നീ എന്തൊക്കെയായിരുന്നു, നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ് പറയും, ഞാനിവിടെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യണം, ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് അല്ലാതെ നല്ല ഷോക്കായി പോകട്ടോ. ഇവളെപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് ഇവർക്ക് മനസ്സിലാവും. അതിനുശേഷം എന്നാൽ ശരി എന്നുള്ള രീതിയിൽ ഇവർ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ പ്രേമ അകത്തേക്ക് കയറി പോകട്ടോ. പ്രേമിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളുടെ അമ്മ കൂടെ ഉണ്ടെന്നുള്ള വിചാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രേമിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ അവൾ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 കോഫിയൊക്കെ വെച്ചിട്ട് അമ്മ ഇരിക്കുന്ന ചെയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത സീനിൽ കാണിയെന്ന് വെച്ചാൽ ഇവർ കോളേജിൽ വരുമ്പോഴത്തേക്കും പ്രിമിൻ്റെ കൂടെ തന്നെ ആയിരിക്കട്ടെ എല്ലാവരും തന്നെ. പേണാണെന്നുണ്ടെങ്കിൽ പ്രിം എങ്ങോട്ട് പോകാനും സമ്മതിക്കില്ല. അങ്ങനത്തെ രീതിയിൽ അവളുടെ പുറകെ നടക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് വേറെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് കൂടെയുള്ളൊരു ഫ്രണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇവൾക്ക് എന്നൊരു സങ്കടമൊന്നും ഇല്ലാത്ത, അമ്മ മരിച്ചിട്ട് അവൾക്ക് അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഫ്രണ്ടിനോട് ഇങ്ങനെ അവളെ പറ്റിയ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആർട്ട് കണ്ടുവരുന്നുണ്ട്, അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ടിനെ കാണുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ആ ഒരു സബ്ജക്റ്റ് മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട് കാണിക്കുന്നത്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവർ പിന്നെയും പ്രെയർ മീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊഫസറൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ പ്രിം ഇപ്പോഴും ആ ഒരു ഷോക്കിൽ തന്നെയാണ്, അവർക്ക് ഇപ്പോഴും ആ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നുണ്ട്, ഇതുപോലെ അവളോടും ഒന്നും സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ പ്രിമിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവളോട് കാര്യങ്ങൾ പറയാത്തത്, തെറ്റല്ലേ, അവളത് മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രൊഫസർ പറയുന്നുണ്ട്, അവൾക്ക് കുറച്ചും കൂടി സമയം നമുക്ക് കൊടുക്കാം, അവളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്ത് വരട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ലേഡിയും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫോണും ചോമ്പോയും കൂടിയിട്ട് ലഗേജൊക്കെ ആയിട്ട് നമ്മുടെ പ്രിമിൻ്റെ അടുത്തേക്ക് വരാൻ കേട്ടോ. കാരണം ഇനി പ്രിമിനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇവർ വരാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിമ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ലഗേജും കൊണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും, ചോമ്പ് കാണുന്നില്ല, ചോമ്പയുടെ ഡാഡിയായിട്ട് ഭയങ്കര ഫൈറ്റിലാണ്, അപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവൾക്കൊരു കമ്പനിയായിട്ട് ഞാനും വന്നതാണ്, ഞങ്ങൾ ഇനി ഇവിടെയാണെന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിമ് ചോദിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല, ഇതെൻ്റെ അമ്മേൻ്റെ വീടാണ്, അമ്മേനോട് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് അറിയുമ്പോൾ അകത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിനകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഫോൺ ആലോചിക്കുന്നുണ്ട്, ഇവളിപ്പോഴും ആ ഷോക്കിൽ തന്നെയാണെന്നുള്ള രീതിയിൽ അവൾ ആലോചിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അവിടെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അമ്മ ഇരിക്കുന്നിടത്ത് കുറച്ച് എന്താ പറയുക ഡ്രിങ്ക്സും അതേപോലെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോമ്പുവിൻ്റെ വീട്ടിലാണെങ്കിൽ വരെ സ്ട്രിക്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ചോമ്പുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിയാണ്, എന്താ നീ വരാത്തെന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നും താങ്ങാനാവുന്ന ചോമ്പ് പറയുകയാണ്, ഞാൻ എന്നാൽ പോവാണ്, ഫോണിൽ എന്താ ചെയ്യാന്ന് നോക്കുമ്പോഴത്തേക്ക് ഫോൺ പറയും, നീ ഇനി ഫൈറ്റൊന്നും ചെയ്യണ്ട, നീ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രിമ് കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രിമ് വന്നിട്ട് പറയും, ഇവിടെ ആരും നിൽക്കണ്ട, നിങ്ങൾ 2 ആളും പൊക്കോ, ഇനി ഒരു എക്സ്ക്യൂസൊന്നും അവരോടൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും സമ്മതിപ്പിച്ചിട്ട് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരും പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ പെങ്കൊച്ച് ഭയങ്കര ഓക്കെയാണ്, അവൾ പണ്ടത്തെ പോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇന്റേൺഷിപ്പിന് ശേഷം അവൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളൊരു ഇൻ്റർവ്യൂവിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോമ്പോയും കൂടെ ഉണ്ടാവും. ചോമ്പ പറയും, ഞാനും ഉണ്ട് ഈ വർക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു മാഡം ഇങ്ങനെ പറയുന്നുണ്ട്,
എന്താണ് നിങ്ങളും ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എന്താ നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇല്ല ഞങ്ങൾ എപ്പോഴും വലിയ ഫ്രണ്ട്സ് മാത്രമാണ്, പക്ഷെ ഞങ്ങളോട് കൂളായി സംസാരിക്കുന്നവരോട് ഞങ്ങൾ ഭയങ്കര കൂളായിട്ട് തന്നെ സംസാരിക്കുള്ളൂ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ മാഡം ഇനി ചോദിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇനി ലാസ്റ്റ് സെമസ്റ്റർ 2 കൂടി ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിം ആണെങ്കിൽ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവളുടെ അമ്മ മരിച്ചെന്നുള്ളത് അവൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പണ്ടത്തെ പോലെ മെസ്സേജ് അയക്കുന്ന പോലെ ഇങ്ങനെ പറയണം അമ്മ പ്രൊഫസർ എനിക്ക് ഒരുപാട് വർക്ക് ആണ് അതാണ് ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ അന്ന് ഫോണിൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊന്നും വരില്ലായിരുന്നു, എൻ്റെ തെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് അമ്മനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ ആലോചിച്ചിട്ട് അവളിനെ കരയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ എന്ന് വെച്ചാൽ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും തീരുമാനിച്ചിട്ട് ഇനി എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഇവർ വരുമ്പോഴത്തേക്കും വൈറ്റ് ഡ്രസ്സും അതുപോലെ അമ്മേൻ്റെ പ്രയറിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിന് മനസ്സിലാവും. അപ്പോഴത്തേക്കും അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടാവും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചോമ്പ് പറയുന്നുണ്ട് പ്രിം ഇനി ഞങ്ങൾക്ക് ഇതൊന്നും പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല, നീ ഇനിയെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, നിൻ്റെ അമ്മ മരിച്ചു പോയത് നീ ഇനിയും അക്സെപ്റ്റ് ചെയ്യണം, നീ ഇനിയും ഇങ്ങനെയൊന്നും കാണിക്കരുത്, ഇതിപ്പം 100 ദിവസം തികയാറായി, നീ ഇപ്പോഴും ഒറ്റയ്ക്കൊന്നും താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമാണെങ്കിൽ വയലായിട്ട് കറണ്ട് പറയും എനിക്കറിയാം, എനിക്ക് ആദ്യമേ അറിയാം എൻ്റെ അമ്മ മരിച്ചെന്ന്, അന്ന് ആക്സിഡൻറ്റ് സമയത്ത് ഞാൻ അമ്മേനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ വിട്ട് പോയിന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാനോ എനിക്കിതൊന്നും കഴിയുന്നില്ല, എൻ്റെ അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിന് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കരച്ചിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫോണാണെങ്കിലും ചോമ്പാണെങ്കിലും അവരെല്ലാവരും അതിനായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പ്രിം പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കൂട്ടിന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും പറയാനോ ആരും ഇല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫോൺ പറയും നീ ഒറ്റയ്ക്കൊന്നുമല്ല നിനക്ക് ഞാനുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും ഫോൺ പറയും അതെ നിനക്ക് ഞാനും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചോമ്പ് പറയും പ്രിം നീ പേടിക്കണ്ട നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഹഗ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഫോണും വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചെക്കന്മാരും കൂടി വന്നിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നതിന് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു കഥയിലെ വലിയൊരു ഹൈലൈറ്റ്. ഇനി അടുത്ത സീൻ കാണുന്നത് വെച്ചാൽ നമ്മുടെ പ്രിമ്മും അവളുടെ അമ്മ മരിച്ചെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ 100-ാം ദിവസം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായിട്ട് വരുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾക്ക് ഇനി അച്ഛനും അമ്മ ഇല്ലെന്നുള്ള സഹതാപം ഇവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിലും ആദ്യം ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വരെങ്കിലും ഒരു നിമിഷം അവൾ പൊട്ടി കരഞ്ഞു പോട്ടോ. അവൾക്ക് ആരും ഇല്ലെന്നുള്ളൊരു തോന്നൽ പിന്നെ അവൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആർട്ടും പാണൊക്കെ കണ്ടു നിൽപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ആർട്ടാണെന്നുണ്ടെങ്കിൽ വേഗം വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പേണാണെങ്കിൽ അതെല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രിമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെന്നെ ഹഗ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്രിമാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പേണിനോട് പറയും എനിക്കിനി ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പേണാണെങ്കിലും തലയിലൊക്കെ തലോടിയിട്ട് പറയും നീ പേടിക്കേണ്ട നിനക്ക് ഞാനുണ്ട്, നീ സങ്കടപ്പെടണം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും കണ്ടു നിൽക്കുന്നുണ്ട്, ഫോണും കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണിന് അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ പോലും അവളുടെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവൾക്കതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അതൊന്നും മൈൻഡാക്കാണ്ട് വിടുന്നുണ്ട് കേട്ടോ. അടുത്തത് വരെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ അച്ഛനും അമ്മേനോട് സംസാരിക്കണം. അപ്പം ഫോണിൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ നീ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, നീ ഇനി ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീയും എനിക്കിനി ഫോണിനെ പോലെ തന്നെ എൻ്റെ മകളാണ്, നീ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രേം പറയും ആൻറ്റി ഞാൻ എന്തായാലും വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നിമിഷം കാണുന്നത് വെച്ചാൽ ഇവളുടെ അമ്മേനോടെല്ലാം സംസാരിക്കുകയാണ്, എന്നിട്ട് കാര്യങ്ങളിങ്ങനെ പറയുകയാണ് ഞാൻ ഫോണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ അമ്മേനോടെല്ലാം പറയാൻ കേട്ടോ. നെക്സ്റ്റ് ഡേ കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രിം ഫോണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് അവളുടെ ലഗേജൊക്കെ എടുത്ത് വെക്കാനായിട്ട് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആർട്ടും പേണും വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആർട്ടാണെങ്കിൽ മാറി നിൽക്കുന്നുണ്ടാവും, പേണായിരിക്കട്ടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ആർട്ടിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അവൻ അകത്തേക്ക് പോകാനായിട്ട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അവനതൊക്കെ നോക്കി നിന്ന് കാണുന്നതിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരൊക്കെ സൈനിങ് ഓഫ്. ബൈ.